ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാബേജ് അരിഞ്ഞതാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് ക്യാബേജ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇത് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ പീസാണ്. ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ്. ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചിട്ട് നമുക്കിതിനെ ബോൾസാക്കി മാറ്റാം. എന്നിട്ട് ഓരോന്നും ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആ ഒരു സൈസിൽ തന്നെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബോക്സ് ടൈപ്പിലാണ് നമ്മളിതിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും വെള്ളവും കലക്കിയിട്ടുള്ള പേസ്റ്റ് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്